അപ്പൊ നമ്മൾ ഈ ഒരു ഇസ്മു ചൊല്ലിയാൽ, ഈ ഇസ്മു ചൊല്ലിയിട്ട് എന്ത് ചോദിച്ചാലും അർശ് ഇങ്ങനെയൊന്ന് കുലുങ്ങുമെന്നാണ്. ആ സമയത്ത് അള്ളാഹു റബ്ബുൽ ആലമീൻ മലക്കുകളോട് ചോദിക്കും, എന്തുകൊണ്ടാണ് അർശ് ഇങ്ങനെ കുലുങ്ങുന്നത്? അള്ളാഹുവിനറിയാം. പടച്ചവനെ, അത് ഇന്നാലിന്ന ഇസ്മു ചൊല്ലി നിന്നിലേക്ക് കൈ ഉയർത്തുന്ന നിന്റെ അടിമകൾ നിമിത്തമാണ്. എന്താണ് അവർ ചോദിക്കുന്നത്? ഇന്നാലിന്ന കാര്യമാണ്. ആ ആഗ്രഹം അള്ളാഹു നിറവേറ്റി തരുമെന്ന് പരിശുദ്ധ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് മഹാരഥന്മാർ ഉദ്ധരിക്കുന്നത് കാണാം. നമ്മൾ വിചാരിച്ചാൽ ഒരു മരം പിടിച്ചു കുലുക്കാൻ പറ്റുമോ? ഒരു നല്ല മരം കുലുക്കാൻ പറ്റുമോ? നമ്മൾ വിചാരിച്ചാൽ വേണ്ട, ഈത്തപ്പനെ പോയിട്ട് നമ്മൾ പിടിച്ചു കുലുങ്ങൂലല്ലോ, ഇല്ലേ? അങ്ങനെയുള്ള നമുക്ക് ഒരു ഇസ്മു കൊണ്ട് അള്ളാഹുവിന്റെ ഏറ്റവും വലിയ അർശിന് പോലും ഒന്ന് പ്രകമ്പനം കൊള്ളിക്കാൻ പറ്റുന്ന ഇസ്മാണത്രേ. സുബ്ഹാനല്ലാഹ്. ഈ ഇസ്മ സയ്യിദുന ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ ചിറകിൽ രേഖപ്പെടുത്തിയിട്ടുള്ളതാണ്. ഏതാഗ്രഹം മുമ്പിലുണ്ടോ ഈ ഇസ്മു ചൊല്ലിയിട്ട് നിങ്ങൾ ദുആ ചെയ്യണം എന്നുള്ളതാണ്. സുബ്ഹാനക യാ റബ്ബി. അപ്പോ എന്താഗ്രഹമുണ്ടെങ്കിലും അത് നിസ്കാരശേഷമാകട്ടെ, രാവിലെയോ വൈകുന്നേരം എപ്പോഴെങ്കിലും 15 തവണ ഈ ഇസ്മു. ഏതാണ് ആ ഇസ്മു? യാ മാലിക്കൽ മുൽക്കി. ശ്രദ്ധിക്കണം. യാ മാലിക്കൽ മുൽക്കി യാ ദൽ ജലാലി വൽ ഇക്റാം യാ അല്ലാഹ്.